മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അപകടയാത്ര. കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അപകടയാത്ര തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ. 2 ആഴ്ചക്കിടെ മൂന്നാമത്തെ സംഭവം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ബീഹാറിൽ നിന്ന് 6 ചെക്കുകൾ കൂടി കണ്ടെടുത്തു. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ്. ത്യാഗസ്മരണയിൽ ബലി പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം. ആഘോഷ നിറവിൽ വിശ്വാസികൾ. ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ച പാളയം ഇമാം. ഫാസിസ്റ്റ് ഭരണത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കരുതെന്നും ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ഇമാം. മണിപ്പൂരും രാമക്ഷേത്രവും ബാബറി മസ്ജിദും പരാമർശിച്ച് പാളയം ഇമാമിന്റെ ബലിപെരുന്നാൾ സന്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. തെറ്റുതിരുത്താൻ മാർഗരേഖ തയ്യാറാക്കാനും ആലോചന. T20 ലോകകപ്പിൽ ബംഗ്ലാദേശ് സൂപ്പർ 8-ൽ. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. സെർബിയയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 1 ഗോളിന്. സ്ലൊവേനിയ ഡെൻമാർക്ക് മത്സരം സമനിലയിൽ.